പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വത്സലങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്നേ ദിവസത്തെ സുവിശേഷത്തിലൂടെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് വചനത്തിലൂടെ നാം വായിച്ചു കേൾക്കുന്നു. ഈശോ നമുക്ക് 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഈ 10 കൽപ്പനകളെ സംഗ്രഹിച്ചുകൊണ്ട് 2 കൽപ്പന നൽകി. എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത്. എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നോ സ്നേഹമില്ലെങ്കിൽ അത് ബദ്ധമാണെന്ന് നമ്മൾ പുതിയ നിയമത്തില് അപ്പോസ്തലന്മാരുടെ ഗ്രന്ഥത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്നും വചനത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈശോ സ്വയം സ്നേഹമായിട്ട് മാറി കുരിശിലൂടെ ആ സ്നേഹം നമുക്ക് കാണിച്ചു തന്നു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തീർച്ചയായിട്ടും ആ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ പരദേശ സ്വന്തം ജീവിതത്തിലൂടെ കുരിശിലൂടെ നമുക്കൊക്കെ നേടിത്തന്നത്. അപ്പോൾ ആ ക്രൂശിനെ പിന്തുടരുവാൻ സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളായിട്ട് മാറുവാനും നമുക്കൊക്കെ ഇടവരുത്തണമേ എന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലൂടെ ശ്രമിക്കുന്നത് നമ്മളെപ്പോഴും ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ടും കൃപയ്ക്കായിട്ടും ഈ ബലിയിലൂടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിന്റെ മക്കളിലേക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിന്റെ ദിനങ്ങൾ ഭക്തിദേശത്തിന്റെ ആഘോഷിക്കുന്നതിന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിന്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അക്കാലത്ത് യൂദയയിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് സഹോദരൻ പഠിപ്പിച്ചു. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ വെച്ച് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർന്നബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട് മറ്റു ചിലരെ നിയോഗിക്കപ്പെട്ടു. തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബർന്നബാസിനെ വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗം മുഖേന നിങ്ങൾക്ക് മനോചഞ്ചലം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്ത് ഞെരിച്ചു കൊന്ന് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗളാശംസകൾ. കർത്താവിന്റെ വചനം.
സ്തുതികൾ സകല ജാതികളുടെ മേലും ആയിരിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആരംഭിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമിയുള്ളവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് മാലാഖ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടിക പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കർത്താവിന്റെ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം അനുസരിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോട് കൂടെ വാസമർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനെ വാസമർപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രമിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകന് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. സ്നേഹം
നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ വചനബോധന വാർഷിക ദിനമായിട്ട് കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. ഓരോ കത്തോലിക്കനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലും അതോടൊപ്പം രാജ്യത്വത്തിലും പ്രവാചകത്തിലും തങ്ങളുടേതായ രീതിയിൽ പങ്കുകാരാക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളും എന്ന് പറയുക. ഓരോ വ്യക്തികൾക്കും ലഭിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അവരുടെ ജീവശ്വാസം തന്നെയാണ്. കത്തോലിക്ക സഭയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കൂട്ടം വ്യക്തികളാണ്, ഒരു കൂട്ടം കൂട്ടായ്മ സ്ഥാപിക്കുന്ന വ്യക്തികളാണ് കത്തോലിക്കർ എന്ന് പറയുന്നത്. റോമർക്കാരുടെ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് പോലെ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ഓരോരുത്തരും പരസ്പരം ബന്ധമുള്ള അവയവങ്ങൾ. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോടുകൂടെ വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ദൈവപിതാവ് യഥാർത്ഥത്തിൽ പറഞ്ഞു വിട്ടിരിക്കുക. പിതാവായ ദൈവത്തിന്റെ ഛായയും സാദൃശ്യമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനബോധന ക്ലാസ്സുകളിൽ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിലേക്ക് വിടുന്ന സമയത്ത് അവർ ഒരു തരത്തിലല്ല വളരുന്ന, മറിച്ച് പലതരത്തിൽ ക്രിസ്തുവിനെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ അനുഭവിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാക്കുകളല്ല പ്രവൃത്തികൾ കൊണ്ട് ഓരോ വ്യക്തികളെയും തൊടുവാനായിട്ട് സ്പർശിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വാക്കല്ല പ്രവൃത്തിയാണ് ഇന്നിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ മറിച്ച് അത് പ്രവൃത്തി പദത്തിൽ, വിശ്വാസത്തിന്റെ പ്രവൃത്തി പദത്തിലേക്ക് നമുക്കൊക്കെ കൊണ്ടുവരുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കണം. കുടുംബം വിട്ട് ഇറങ്ങിയ വ്യക്തികളാണ് ഇന്ന് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരിക്കുക. കുടുംബം വിട്ട് ഇറങ്ങിയ വ്യക്തികളാണ് വിശുദ്ധ മദർ തെരേസയാകട്ടെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാകട്ടെ, വിശുദ്ധ ഡൊമിനിക് സാവിയാകട്ടെ, വിശുദ്ധ കൊച്ചുത്രേസയാകട്ടെ. ഏതൊരു വിശുദ്ധരുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ കുടുംബം വിട്ട് ഇറങ്ങിയ വ്യക്തികൾ തന്നെയാണ്. ക്രിസ്തുവിനെ വ്യത്യസ്തമായ തരത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും തങ്ങളാൽ കഴിയുന്ന തരത്തിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും നമ്മളോട് അരുൾ ചെയ്യുന്നത്, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതി, അതിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള മറിച്ച് നന്മയ്ക്കും ക്ഷേമത്തിനുള്ളതാകുന്ന പദ്ധതി എന്ന്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവപിതാവ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞു വിട്ടിരിക്കുക. മഹത്തായ കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെ നമ്മൾ യഥാർത്ഥത്തിൽ ബൈബിളിൽ കാണുന്നുണ്ട്. തങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വ്യക്തികളെ നമ്മൾ വചനത്തിലൂടെ തന്നെ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നു. ഒന്നാമതായിട്ട് ദാവീദിന്റെ ഗോലിയാത്തിന്റെ ജീവിതം. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തില് ദാവീദിന്റെ ഗോലിയാത്തിന്റെ ജീവിതം നമ്മൾ വായിച്ചു കേൾക്കുന്ന സമയത്ത് ദാവീദ് തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ താൻ അന്നുവരെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഗോലിയാത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ദൈവ സ്നേഹത്തിന്റെ ഉണർവ് കൊണ്ട് ആ ഒരു ശക്തി കൊണ്ട് ഗോലിയാത്തിനെ അടിച്ചു വീഴ്ത്തുവാനായിട്ട്, എറിഞ്ഞു വീഴ്ത്തുവാനായിട്ട് ഗോലിയാത്ത് യഥാർത്ഥത്തിൽ തയ്യാറാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു ചിന്തയും ഇപ്രകാരമാണ്. നമ്മളൊക്കെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ്.
വ്യക്തികളാണ്, വചനം വായിക്കുന്ന വ്യക്തികളാണ്, ദിവ്യബലിയില് പങ്കെടുക്കുന്ന വ്യക്തികളാണ്. യഥാർത്ഥത്തിൽ എന്റെ ദൈവത്തെ, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണി കൊടുക്കുവാനായിട്ട്, അവർക്ക് ശിക്ഷ കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എന്റെ വ്യക്തി ജീവിതത്തിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും പലരും ദൈവത്തെ കൊണ്ട് ആണയിടുന്ന സമയത്ത് അവരോടൊപ്പം നമ്മളും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ അവിടെ നിന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവിടെ ദാവീദാകട്ടെ ഗോലിയാത്ത് ദൈവം നിന്ന് നടത്തിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ദാവീദിനെ നമ്മൾ വചനത്തിലൂടെ തന്നെ യഥാർത്ഥത്തിൽ കാണുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു യുവാവായിരുന്നു യഥാർത്ഥത്തിൽ ദാവീദ്. ദാവീദിന്റെ മനോഭാവം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ ദൈവത്തെ ഒരിക്കലും മറ്റുള്ളവർ നിന്ദിക്കുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള വലിയ മനോഭാവം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നിലപാടുകളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കണം. രണ്ടാമതായിട്ട് ജോസഫിന്റെ ജീവിതം, ബാലനായ ജോസഫിന്റെ ജീവിതം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നു. തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ജോസഫിനെ മിഥിയാകാലത്ത് വിൽക്കുന്നുണ്ട്. സഹോദരന്മാര് ജോസഫിനെ നിന്ദിക്കുന്നു, അവഗണിക്കുന്നു. എങ്കിലും ജോസഫ് തന്റെ സഹോദരങ്ങളോട് ഒരിക്കലും അപ്രകാരം പെരുമാറുന്നില്ല. ജോസഫ് ആകട്ടെ പൊന്തീഫന്റെ ഭാര്യയായിട്ട് തെറ്റ് ചെയ്യുവാനായിട്ട് പൊന്തീഫന്റെ ഭാര്യ ക്ഷണിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഓടി അകലുവാനായിട്ട് ജോസഫിന് സാധിച്ചു. ഈ വചനം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്നും ഓടി അകലുവാൻ പറ്റുന്ന ദൃഢനിശ്ചയം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ? വചനബോധനം പഠിക്കുന്ന കുട്ടികളാണ്, വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്, വിശ്വാസം പ്രഘോഷിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടേതായിട്ടുള്ള നിലപാടുകളിൽ ഞാൻ നന്മ മാത്രമേ ചെയ്യൂ എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് വചനബോധനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന നിലയിൽ, അവരുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ തിന്മയ്ക്കെതിരെ പോരാടുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമതായിട്ട് ദാനിയേലിന്റെ കൂട്ടുകാരുടെ ജീവിതം നമ്മൾ വചനത്തിലൂടെ വായിച്ചു കേൾക്കുന്നു. ദൈവം നിന്ന് നടത്തുവാനായിട്ട് ദാനിയേലിനോട് പറയുന്ന സമയത്ത് ദാനിയേലും കൂട്ടരുമാകട്ടെ ദൈവത്തെ ആ തീച്ചൂളയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിച്ച് ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വചനം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് എന്റെ ആരാധന അനുഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എപ്രകാരമാണ്? എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണാത്മാവോട്, പൂർണ്ണ ശക്തിയോട്, സർവശക്തിയോടും കൂടെ ആ ദൈവത്തെ ഏത് വേദനയിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിൽ നിന്നുകൊണ്ട് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം എന്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും. വചനബോധനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, അധ്യാപകർ എന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം എന്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കുവാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്നു. നാലാമതായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു ബാലനെ കുറിച്ച്, ആ ബാലൻ തന്റെ കയ്യിൽ അപ്പനും അമ്മയും കൊടുത്തുവിട്ട് 5 അപ്പവും 2 മീനും സൂക്ഷിച്ചു വച്ചു. ഈശോ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ശിഷ്യർക്ക് വിശന്നു. അത് മനസ്സിലാക്കി ഈശോ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എപ്രകാരം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുമെന്ന്. ആ സമയത്ത് ഈ ബാലനാകട്ടെ തന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും കൊടുക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ എനിക്കുള്ള കഴിവ്, എന്റെ സമ്പത്ത്, എന്റെ സ്ഥാനമാനങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളുമായിട്ട്
എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും. എനിക്കുള്ളതൊക്കെ എന്ത് തന്നെയായിരുന്നാലും അതൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്നും ആ ദാനത്തിനനുസരിച്ച് സഹോദരങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ പങ്കുവച്ചുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്നുണ്ടോ? അഞ്ചാമതായിട്ട് സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ സാമുവേലിനെ ദൈവം വിളിക്കുന്നു. ഏത് ഉറക്കത്തിൽ പോലും ദൈവത്തിന്റെ സ്വരം എന്റെ ജീവിതത്തിൽ എനിക്ക് കേൾക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും. എപ്പോഴെങ്കിലും ഒരു ക്രിസ്ത്യാനിയെന്ന് നമ്മളൊക്കെ പലരും അഭിമാനിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു, അതിനനുസരിച്ചുള്ള ജീവിതം നമ്മളൊക്കെ നയിച്ചു പോകുമ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സാധിക്കുന്ന വചനബോധന വിദ്യാർത്ഥിയാകട്ടെ, അധ്യാപകരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ഓരോ വ്യക്തികളുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് ഏത് രാത്രിയിലും ക്രിസ്തുവിന്റെ സ്വരം ശ്രവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആറാമതായിട്ട് റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ റൂത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. അമ്മായിയമ്മയെ പൂർണ്ണമായിട്ട് സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച വ്യക്തിയാണ് റൂത്ത്. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് റൂത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റൂത്തിന്റെ ജീവിതം പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട്, മുതിർന്നവരെ സ്നേഹിക്കുവാനായിട്ട്, അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും സ്നേഹവും കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ യഥാർത്ഥത്തിൽ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വചനബോധന വാർഷികം, ഒരു വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇന്നേ ദിവസം വിലയിരുത്തുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെ എന്റെ ജീവിതത്തെ എനിക്ക് ക്രമപ്പെടുത്തുവാൻ ദാവീദിനെ പോലെ ദൈവം നിന്ന് നടത്തുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഏത് പാതിരാത്രികൾ ഈശോ വിളിച്ചാലും ഈശോയുടെ സ്വരം കേൾക്കുവാനായിട്ട്, എനിക്കുള്ളതൊക്കെ കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കുന്നു. തിന്മയിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്, സാധിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഓരോ നിമിഷവും നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അവിടെ നിന്ന് ചെയ്യുന്നത് പോലെ, ജനിക്കുന്നതിലൂടെ ഞാൻ നിന്നെ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായിട്ട് നിന്നെ ഞാൻ രൂപപ്പെടുത്തി, നിന്റെ പേരും രൂപവും എന്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ കുറിച്ച് യഥാർത്ഥത്തില് വലിയ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന വിശ്വാസ പരിശീലന ക്ലാസ്സുകളൊക്കെ അർത്ഥപൂർണമാക്കി നമുക്ക് ഓരോരുത്തർക്കും മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം. വായിക്കുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം വായിക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊക്കെ മുൻപോട്ട് നയിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. Amen.
ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയുടെ വലിയയായി പത്രോസിന്റെ പിൻഗാമിയായി അങ്ങ് തിരഞ്ഞെടുത്ത ലിയോ 14 മാർപ്പാപ്പയെയും നമ്മുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും നമ്മുടെ ഇടവ വികാരി ഫാദർ വിനുവർഗീസത്തിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും സഭാ ശുശ്രൂഷകരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഇവരെ പ്രാപ്തരാകണമെന്ന് അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാൻ ഇവരെ പ്രാപ്തരാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങേ ദിവസം ചേർന്ന് നിർത്തണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർ വേദന അനുഭവിക്കുന്ന വേളയിൽ അങ്ങ് അവരോടൊപ്പം ഉണ്ടാകണമേ എന്നും അങ്ങേ കരസ്പർശത്താൽ അവരെ സൗഖ്യമാക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്നാൽ കാലത്തിലൂടെ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസത്തിൽ യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. Oh,
അങ്ങേ മഹാകാലത്തിലെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശേഷ ഞങ്ങളുടെ സദാ ക്രിസ്തു ബലിയുടെ കാലയളവിൽ അങ്ങേറ്റ് പറയുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിന്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും ആൾത്താരെയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആദ്യാൽ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ടാണ് മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജരാജങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയങ്ങൾ അസമയങ്ങൾ നിർമ്മലമായ വേദി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനതയെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങേ വാങ്ങി പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്തുകാലത്ത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട്
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനായി കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മകരമായവർക്കും സുവർഗാലുകളും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനയും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രസാദികളും ആഗ്രഹിച്ച് വെളിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുപ്പുകളുടെ അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്ട ദൈവമാധവത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ യേശുപിതാവിനോടും അനുഗ്രഹിക്കുന്ന അപ്പോസ്തലന്മാരോടും മഹിമയിലെ സാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജനത്തിലെ സകലോകത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെ ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷൻ വിൻസൻ സാമുവൽ മെത്രാനോടും സഹായ മെത്രാൻ സെൽവരാജൻ മെത്രാനോടും മെത്രാൻ പത്നിയോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവിൽ നിൽക്കുവാനെന്ന് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുടേണമേ. കാന്യവാനായ പിതാവേ, എല്ലായിടത്തും സിദ്ധിക്കിടക്കുന്ന അങ്ങേ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം വന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയുടെ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മക്കൾക്കുത്താൽ നിത്യമായ സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങയെ പരിശുദ്ധാത്മാവുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. Yeah.
ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറി നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ് ഈ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൽപാർത്ത് അങ്ങേ തിരുവിടമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കീത്. Thank you.
നിങ്ങളോടുകൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പൂജ സമാപിച്ചു.